സ്വകാര്യ ബസ്സുകളുടെ മരണപ്പാച്ചിൽ കാരണം കഴിഞ്ഞ ആഴ്ച കൊച്ചി നഗരത്തിൽ പൊലിഞ്ഞത് 2 മനുഷ്യജീവനുകളാണ്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളെടുത്ത് പരിശോധിച്ചാലും സമാനമായ ഒട്ടേറെ അപകടങ്ങളാണ് കൊച്ചി നഗരത്തിൽ സംഭവിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ആഴ്ചയാണ് എറണാകുളം ടൗൺ ഹാളിന് സമീപം സ്വകാര്യ ബസിന്റെ മരണപ്പാച്ചിലിൽ തേവര SS കോളേജിലെ 1ാം വർഷ വിദ്യാർത്ഥി ഗോവിന്ദ് മരണപ്പെട്ടത്. ബസ് അമിത വേഗതയിൽ എത്തിയതായിരുന്നു അപകട കാരണം. കഴിഞ്ഞ ദിവസം കളമശ്ശേരിയിൽ മറ്റൊരു അപകടത്തിൽ സ്വകാര്യ ബസ് ബൈക്കിലിടിച്ച് സ്വിഗ്ഗി ജീവനക്കാരൻ അബ്ദുൾ സലാം അതിദാരുണമായി മരണപ്പെട്ടു. ഇവിടെയും അമിത വേഗതയിലെത്തിയ സ്വകാര്യ ബസ് ബൈക്കിന് പിന്നിൽ വന്നിടിക്കുകയായിരുന്നു. സ്വകാര്യ ബസ് ജീവനക്കാരുടെ പെരുമാറ്റം നന്നാക്കുന്നതിനും കൂടുതൽ ശ്രദ്ധ നൽകുന്നതിനും വേണ്ടി പ്രത്യേക നിയമം കൊണ്ടുവന്നുവെന്നും അത് ഓഗസ്റ്റ് 23-ന് നടപ്പാക്കുമെന്നും ട്രാൻസ്പോർട്ട് കമ്മീഷണർ നാഗരാജു വ്യക്തമാക്കിയിരുന്നു. ഈ ഡ്രൈവേഴ്സ്, കണ്ടക്ടേഴ്സ്, ഈ ഡോർ ഓപ്പറേറ്റേഴ്സ് ഇവരുടെ പെരുമാറ്റം ശരിയാക്കാൻ വേണ്ടി നമ്മൾ ഈ ഇടയ്ക്ക് ഒരു നിയമം കൊണ്ടുവന്നായിരുന്നു. പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഇവരുടെ PCC ഉണ്ടെങ്കിൽ ഇവരെ നിയമിക്കാവൂ എന്നുള്ളൊരു നിയമം. അത് ഈ ഓഗസ്റ്റ് 23-ാം തീയതി തൊട്ട് ആ ഒരു റൂൾ തുടങ്ങാൻ പോവുകയാണ്. പോലീസ് ക്ലിയറൻസ് ഉണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും കേസസ് ഉണ്ടെങ്കിൽ അവർ ഇതിൽ കയറാൻ പാടില്ലായിരുന്നു. ഇനി മുതൽ ഗുരുതരമായ അപകടങ്ങളിലേക്ക് വഴിവെക്കുന്ന കേസുകളിൽ ഉൾപ്പെടുന്ന സ്വകാര്യ ബസ് ജീവനക്കാർക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ സർവീസ് നടത്താൻ പറ്റില്ലെന്നും ട്രാൻസ്പോർട്ട് കമ്മീഷണർ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം കളമശ്ശേരിയിൽ സ്വകാര്യ ബസിന്റെ മരണപ്പാച്ചിൽ മൂലം മരണമടഞ്ഞ അബ്ദുൾ സലാം സഞ്ചരിച്ച വാഹനമാണിത്. 4 മക്കൾ ഉൾപ്പെടുന്ന 7-അംഗ കുടുംബത്തിന്റെ ഏക പ്രതീക്ഷയായിരുന്നു അബ്ദുൾ സലാം. ഇനിയും എത്ര പേർ റോഡിൽ മരണപ്പെടുമ്പോഴാകും നമ്മുടെ അധികൃതർ കണ്ണു തുറക്കുക? ആദർശ് മുക്കട, സി മലയാളം ന്യൂസ്, കൊച്ചി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.